ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 53. നമ്മൾ ഉത്തരാർവേദത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ ഖണ്ഡം 3 നോക്കുന്നത്. അതിലെ ദേവത സോമമാണ്. സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്. നമ്മൾ ഏതൊരു സാധനം ഉണ്ടാക്കുമ്പോഴും ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിന് ഉപയോഗിക്കുന്ന ഇൻപുട്ടിനെയാണ് സോമം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സാമവേദവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അധികം പറയുന്നത്, എല്ലാം പറയുന്നുണ്ടെങ്കിലും കൃത്രിമമായിട്ട് മഴ പെയ്ക്കുന്ന സോമയാഗത്തെ പറ്റി ഉള്ള ഒരു പരാമർശത്തോടു കൂടിയാണ് അധികവും ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇൻപുട്ട് എന്നതിന് പുറമേ കൃത്രിമമായി മഴ പെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോമനീരിനെയെല്ലാം ഇവിടെ സോമമായിട്ട് കാണാം. അപ്പം 206 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും ആശ്വാസം നൽകുന്നതും. സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടത്തേക്ക് ആകാശത്തിലേക്ക് നമ്മൾ അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ ആ സോമനീര് അങ്ങ് ആകാശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും ആശ്വാസം നൽകുന്നത്. അപ്പോൾ നമുക്ക് ആശ്വാസം നൽകും. എങ്ങനെ? നമ്മൾ ഇതിനു വേണ്ടിയാണ് ചെയ്യുന്ന മഴ പെയ്യിപ്പിക്കാൻ. മഴ പെയ്യുമ്പോൾ ആശ്വാസം കിട്ടും. മതകാരിയം നല്ല ശക്തിയുള്ളതാണ്, ചാർജ് ഉള്ളതാണ്. അതുകൊണ്ടാണ് മതകാരി എന്ന് പറയുന്നത്. മതം പിടിക്കും. മത്തുണ്ടാക്കുന്നത് ആൽക്കഹോള്, കള്ള് എന്നെല്ലാം പറയുന്നത്, മദ്യം എന്നെല്ലാം പറയുന്നത്, ആ തരത്തിൽപ്പെടുന്നതാണിതും. ഇത് ചാർജ് ഉള്ളതാണ്. ആ തരത്തിലാണ് ഇതിനെ സംസ്കരിച്ചെടുത്തിരിക്കുന്നത്. കലശത്തിന് മുകളായി പരിശുദ്ധ കേന്ദ്രത്തിൽ വീഴുന്നതുമാണ്. പാത്രത്തിൽ വീഴുമ്പോൾ പിഴിയുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ്. പിഴിഞ്ഞെടുക്കുമ്പോൾ നീ പാത്രത്തിൽ അയനൈസ്ഡ് ഫോമിലാണ് വീഴുന്നത്. പിന്നെ നീ അത് ആകാശത്തിലേക്ക് ആ ശക്തിയോടുകൂടി സഞ്ചരിക്കുന്നു. എന്നിട്ട് തൻ്റെ രസത്തെ എല്ലായിടവും നിർമ്മിക്കുന്നു. അത് അന്തരീക്ഷത്തിൽ മുഴുവൻ മേഘങ്ങളുടെ ഇടയിൽ വ്യാപിക്കുന്നു. മേഘങ്ങളുടെ ഇടയിൽ ചാർജുള്ള കണങ്ങൾ ഉണ്ടാകുമ്പോൾ മേഘങ്ങൾ പെട്ടെന്ന് കൂടിച്ചേരും. ഇനി 207 ദിവ്യതയോടെ പരിലസിക്കുന്ന ദിവ്യമായ രസം തന്നെയാണിത്. പവിത്രീകരിക്കുന്ന ശുദ്ധീകരിച്ച നീര്, ചെടിയുടെ നീരെടുത്ത് പിഴിഞ്ഞ് ശുദ്ധമായിട്ട് സത്യസ്വരൂപത്തിലുള്ള സോമം കലശത്തിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ശുദ്ധീകരിച്ച സോമമാണ് പാത്രത്തിലേക്ക് വരുന്നത്. ഈ സോമം വരുന്നത് ആർക്ക് വേണ്ടിയാണ്? അതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ പാത്രത്തിൽ വീഴുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇത് അഗ്നി ലോപിച്ചിട്ട് അങ്ങ് ആകാശത്തേക്കാണ് വിടുന്നത്. അവിടെ ഇന്ദ്രനും മിത്രവരുണന്മാരെല്ലാം നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? മിത്ര എന്താ പറഞ്ഞാൽ അനുകൂല സാഹചര്യം. വരുണന്മാരെന്ന് പറഞ്ഞാൽ ഓർബിറ്റുകൾ കൂടിച്ചേരുമ്പോഴാണ്, മേഘങ്ങളിലെ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോഴാണ്, അയോൺസ് കൂടിച്ചേരുമ്പോഴാണ് മഴയായി വീഴുന്നത്. ആ ഓർബിറ്റിനാണ് വരുണന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ, മിത്രവരുണന്മാറിന് അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും. ഈ അയനൈസ്ഡ് ചെയ്ത സോമനീരങ്ങ് ആകാശത്തിലെത്തുമ്പോൾ അവിടെ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കും. എന്തിന്? മേഘങ്ങളെ പെട്ടെന്ന് കൂടിച്ചേരാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടി, അതുകൊണ്ട് മിത്രവരുണന്മാർക്ക് വേണ്ടിയാണ് ഈ പാത്രത്തിൽ വീഴുന്നത്. ഇനി 208 ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന. നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീര് പാത്രത്തിൽ വീഴുന്നതും ആകാശത്തിലേക്കെല്ലാം പോകുന്നത്. ദിവ്യതയോടെ പരിരസിക്കുന്നത് ദിവ്യമായ നിലയിലാണ്. അതിനെ പവിത്രീകരിച്ച് ശുദ്ധമാക്കുമ്പോഴാണ് ദിവ്യമായ നിലയിൽ, വിശേഷ രൂപത്തിലുള്ളതും. അപ്പോൾ അതൊരു പ്രത്യേക രൂപത്തിലാണ്, അയനൈസ്ഡ് ഫോമിലാണ് അത് ആകുന്നത്. സംസ്കരിക്കപ്പെട്ടത്, നല്ല ശുദ്ധീകരിച്ച്. സോമം പവിത്രതയോടെ ഇന്ദ്രൻ അഭിമുഖമായി സഞ്ചരിക്കുന്നു. അപ്പോൾ അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ അത് എവിടത്തേക്കാണ് പോവുക? മുകളിൽ മഴ പെയ്യിപ്പിക്കുന്ന കക്ഷിയാരാണ്? ഇന്ദ്രനാണ്. ഇന്ദ്രനെ മേഘങ്ങളെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല. എന്തോ തടസ്സങ്ങൾ അതിനുണ്ട് ഇടക്ക്. അപ്പോൾ ഇത് ഇടക്ക് പോയി നിൽക്കുമ്പോൾ അയനൈസ്ഡ് ഫോമിലായതുകൊണ്ട് പിന്നെ മേഘങ്ങൾ എളുപ്പത്തിൽ കൂടിച്ചേരും. അപ്പോൾ ഇന്ദ്രനെ പെട്ടെന്ന് അവയെ കൂട്ടിച്ചേർത്ത് മഴ പെയ്യിക്കാൻ പറ്റും. അപ്പോൾ ആർക്ക് വേണ്ടിയും കൂടിയാണ് ഇത് മുകളിലേക്ക് പോകുന്നത്? ഇന്ദ്രന് വേണ്ടിയും കൂടിയാണ് മുകളിലേക്ക് പോകുന്നത്. ഇനി
209. യജ്ഞകർത്താവിൽ നിന്ന് ഋഗ്വാണി, ഋഗ്വേദം, യജുർവാണി, യജുർവേദം, സാമവാണി, സാമവേദം, ഇവയെല്ലാം ഉയരുന്നുണ്ട്. അപ്പം വേദങ്ങളിൽ എന്താണുള്ളത്? സയൻസാണുള്ളത്. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്രിമ മഴ പെയ്യ്ക്കുന്നത്. അപ്പം യജ്ഞകർത്താവിൽ നിന്ന് ഋഗ്വാണിയും യജുർവാണിയും സാമവേദവും ഉയരുന്നു. വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ നിബകളും അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം കൂടിയാൽ പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവനായി. അപ്പം അതിൽ പറയുന്ന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? കൃത്രിമ മഴയെല്ലാം പെയ്യിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ വസ്തുക്കളെല്ലാം എന്തൊക്കെ ഉണ്ടാക്കേണ്ടിക്കില്ല ഈ വേദങ്ങളിൽ പറയുന്ന അടിസ്ഥാനത്തിൽ. നമ്മൾ വേദം ഉപയോഗിക്കുന്നൊന്നുമില്ല, നമ്മൾ ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആ കണ്ടെത്തുന്നതെല്ലാം വേദത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവിടെ നിന്ന് ഉയർന്ന മന്ത്രങ്ങളിൽ എന്താണ്? സോമബന്ധിതമായ മംഗളവാക്കുകളാണ്. കാരണം ഏത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും സോമം ഉപയോഗിച്ചിട്ടേ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പാചകവിധി, അതും സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കണ്ടെങ്കിൽ സാധനങ്ങൾ വേണ്ടേ? സാമ്പാറായാലും ചോറായാലും എന്തുണ്ടാക്കണ്ടെങ്കിലും സോമം വേണം. ചോറുണ്ടാക്കേണ്ട സോമങ്ങൾ ഏതെല്ലാണ്? അരിയും വെള്ളവും. ചായ ഉണ്ടാക്കേണ്ടതാണ് ചായപ്പൊടി, പഞ്ചസാര, പാല്, ഇതെല്ലാം. അപ്പോൾ അതിനാണ് ഇൻപുട്ട് സോമം എന്ന് പറയുന്നത്. അതുമാതിരി നമ്മൾ എന്ത് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ, റോക്കറ്റ് ഉണ്ടാക്കാൻ പഠിച്ചാലും മെഡിസിൻ ഉണ്ടാക്കാൻ പഠിച്ചാലും എന്ത് ഉപയോഗിച്ചാലും അതിനെല്ലാം വസ്തുക്കൾ വേണം. ചികിത്സിക്കണ്ടിക്കുന്ന മരുന്നുകൾ വേണം. ഇതെല്ലാം സോമമാണ്, ഇൻപുട്ട്. അതെല്ലാം സോമവുമായി ബന്ധപ്പെട്ട മംഗളവാക്കുകളാണ്. കാരണം എന്ത് യജ്ഞം ചെയ്തിട്ടും അതിൽ സോമം ഉപയോഗിക്കണം. ഇതിനു വേണ്ടിയിട്ട് മംഗളകരമായ കാര്യങ്ങൾക്ക് വേണ്ടി. എന്തെങ്കിലും നല്ല കാര്യം സാധിപ്പിച്ചെടുക്കണമെങ്കിൽ എന്തും കൊടുക്കാതെ ഒന്നും ഉപയോഗിക്കാതെ ഒന്നും പറ്റില്ല. അല്ലാതെ വെറുതെ കണ്ട് ചായ ഉണ്ടാകട്ടെ ചോറുണ്ടാകട്ടെ എന്നൊന്നും പറഞ്ഞാലൊന്നും ചായയും ചോറും ഉണ്ടാവില്ല. സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് വേണ്ട തരത്തിൽ മാറ്റി എടുക്കണം. ആ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് സോമമുണ്ട് എന്ന് പറയുന്നത്. അത് ഗോക്കളെ പ്രാപിക്കുന്നു. ഗോക്കൾ എന്ന് പറയുന്നത് ധനമായിട്ടെടുക്കാം. പണ്ട് കാലത്ത് ഗോക്കൾ ധനമാണ്. ധനം നേടാൻ സഹായിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അന്നത്തെ കാലത്തെല്ലാം ധനം ഏതായിരുന്നു? ഗോക്കളായിരുന്നു. അപ്പോൾ ഗോക്കളെ നേടിത്തരുന്നു, ധനം നേടിത്തരുന്നു. ഇളകുന്ന സോമം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഏത് വസ്തു ഉപയോഗിക്കുമ്പോൾ ഇളകുമല്ലോ. ഇപ്പോൾ നമ്മളൊരു കൊടുവാളുണ്ടാക്കിയാണ് ഇരുമ്പെടുത്തിട്ട് അടിച്ച് പരത്തുന്നത്, അത് ഇളകിക്കൊണ്ടിരിക്കുമല്ലോ. ഇവിടെ ഇളകുന്ന സോമം എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കുന്ന സോമമാണ്. പിഴിഞ്ഞെടുക്കുന്ന സോമം പശുവിൻ പാലുമായി ചേർക്കുന്നു. അപ്പോൾ അത് സംസ്കരിച്ചെടുക്കുന്ന രീതി അങ്ങനെയാണ്. അതിന് ഇടിച്ചു വിടുമ്പോൾ അത് അയണൈസ്ഡായി മാറും, അയോണുകളായിട്ട് മാറും. പിന്നെ അതിനെ കൂടിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ പാല് ചേർക്കും. പാലും വേറെ ചില കാര്യങ്ങളെല്ലാം ചേർക്കും. അതുകൊണ്ട് അത് പശുവിൻ പാലുമായിട്ട് ചേർക്കുന്നു. എന്നിട്ട് അതിന് വേണ്ട സ്തോത്രങ്ങൾ സ്തുതിക്കുന്നു. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം എല്ലാം മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ഇടിക്കുന്നതും പിഴിയുന്നതും സംസ്കരിച്ചെടുക്കുന്നതും എല്ലാം. ഇനി 210. ഗോക്കൾ എപ്പോഴും പരിശുദ്ധമായ സോമത്തെ ആഗ്രഹിക്കുന്നു. അതായത് ഗോക്കളിൽ നിന്നുള്ള, പശുക്കളിൽ നിന്നുള്ള പാല് പരിശുദ്ധമായ സോമത്തെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് വേണം? സോമം. അഗ്നിയിലേക്ക് അർപ്പിക്കുന്ന സോമം സംസ്കരിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ സോമലതയെല്ലാം പറിച്ചു കൊണ്ടുവരും. അതിനെന്ത് വേണം? പിന്നെ ശുദ്ധീകരിക്കണം. ചളിയെല്ലാം കളഞ്ഞ് ശുദ്ധീകരിച്ചിട്ട് ശുദ്ധമായ അമ്മിയിൽ വെച്ചിട്ട് ഇടിച്ച് പിഴിഞ്ഞ് സംസ്കരിക്കണം. എന്നിട്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ശുദ്ധീകരിച്ച സോമത്തെയാണ് ആഗ്രഹിക്കുന്നത്? പശു, അല്ലെ പശുവിൻ്റെ പാല്. അങ്ങനെയുള്ള സോമമായിട്ട് വേണം പാല് ചേർക്കാൻ. അല്ല ആദ്യം തന്നെ സോമം പിഴിയുന്നിടത്ത് പശുവും പാലും ഒഴിച്ചിട്ട് അങ്ങ് ഇടിച്ചു പിഴിയുകയല്ല ചെയ്യുന്നത്. ആദ്യം ആ ചെടിയെല്ലാം ശുദ്ധീകരിച്ചെടുത്ത് എല്ലാം ചെയ്യേണ്ടത്.
എന്നിട്ട് സ്തുതികർത്താക്കളിൽ നിന്ന് സ്തോത്രങ്ങൾ, നല്ല സ്തോത്രങ്ങൾ ഉയരുന്നു. അതായത് നല്ല ശാസ്ത്രത്തിൻ്റെ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാം ചെയ്യുന്നത് ശുദ്ധമായ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അങ്ങനെ ഋത്തിക്കുകളാൽ പരിശുദ്ധമാക്കപ്പെട്ട് ഋത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്നവർ, ശാസ്ത്രജ്ഞന്മാരെന്ന് വേണമെങ്കിൽ പറയാം. ഈ ശാസ്ത്രത്തിൽ നല്ല പ്രാവീണ്യമുള്ളവർ, ഈ സയൻസ് ശുദ്ധമാക്കപ്പെട്ട പാലിൻ്റെ കൂടെ ഈ മന്ത്രങ്ങളും ചേരുന്നു. അപ്പം പാലിൻ്റെ കൂടെ മന്ത്രങ്ങളും ചേർന്നിട്ടാണ് അതിൻ്റെ സോമവുമായിട്ട് ചേർക്കുന്നത് എന്ന് പറയുമ്പോൾ ശരിയായ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ സമയത്ത് പാല് ചേർക്കണം. ഇടിച്ചു പിടിയുന്നതെല്ലാം ആദ്യം ശുദ്ധമായിരിക്കണം, അയനൈസ്ഡ് ഫോമിലായിരിക്കണം. ഈ അയനൈസ്ഡ് ഫോമിനെ കൂടി യോജിപ്പിച്ചു പോകാം, പിന്നെയും കൂടി ചേരാതിരിക്കാൻ വേണ്ടിയാണ് പാല് ചേർക്കുന്നത്. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നിലയിൽ ശുദ്ധീകരിച്ചിട്ട് ചേർക്കേണ്ട സമയത്ത് അത് ചേർക്കണം, അല്ലെങ്കിൽ കൂട്ടിച്ചേർന്ന് കഴിഞ്ഞിട്ട് പാല് ചേർത്തിട്ട് ഒരു കാര്യമില്ല. അപ്പം മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പാലാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മന്ത്രത്തിൽ പറയുന്ന അടിസ്ഥാനത്തിൽ കൃത്യസമയത്ത് കൃത്യ അളവിൽ പാല് ചേർക്കേണ്ട വിധത്തിൽ ചേർക്കണം. ഇനി 211 സോമത്തോട് പറയാണ്, എല്ലാ ഭാഗത്തു നിന്നും ഒഴുകുന്ന അവിടെ നിന്ന്. അപ്പം ഈ പാല് പിഴിഞ്ഞെടുത്ത്, ഈ സോമം നീര് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ച് എല്ലാ ഭാഗത്തു നിന്നും പാലും എല്ലാം ഇത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന സോമത്തോട് പറയുകയാണ്, നീ ഞങ്ങളുടെ സന്തോഷത്തിനായി വന്നാൽ. നീ ആർക്ക് വേണ്ടിയാണ് വരുന്നത്? നമ്മുടെ സന്തോഷത്തിന് വേണ്ടി. നമുക്കെങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക? ഭയങ്കരം ചൂടെടുത്ത് ഒരിയുമ്പോഴാണ് സോമയാഗം നടത്തുന്നത്. അപ്പോൾ ആ സോമം മുകളിൽ പോയിട്ട് മഴ പെയ്യിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ത്യാഗമെല്ലാം സഹിക്കുന്നത്. മതം നിറച്ച്, അതായത് അയനൈസ്ഡ് ഫോമിൽ ഇന്ദ്രനിലേക്ക് പ്രവേശിക്കുന്നു. നീ എന്ത് ചെയ്യുന്നു? അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ നീ നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോകും. ഇന്ദ്രൻ അവിടെ മഴ പെയ്യിക്കുന്നതെല്ലാവരാണ്? ഇന്ദ്രനാണ്. ചാർജുള്ള മേഘങ്ങളെ കൂടിച്ചേർത്തിട്ടാണ് മഴ പെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇത് കൂടിച്ചേരുന്നില്ല, ഇന്ദ്രന് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല. കാരണം നടുവിലുള്ള വായു അതിന് സമ്മതിക്കുന്നില്ല, ന്യൂട്രലാണ്. അപ്പം ഈ ചാർജുള്ള കണങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ചേരാൻ പറ്റും. അപ്പോൾ ഇന്ദ്രൻ പെട്ടെന്ന് അവരെ കൂട്ടിച്ചേർത്തിട്ട്, മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മഴയായി പെയ്യിപ്പിക്കും. അപ്പോൾ ഇന്ദ്രനിലേക്ക് നീ പ്രവേശിക്കുകയാണ്. അതുപോലെ നല്ല വാക്കുകളെ ഉൽപ്പന്നമാക്കുകയും ചെയ്യുകയാണ് നീ. നല്ല വാക്കുകളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? വാക്കുകൾ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിപ്പിക്കുന്നത്. അത് സയൻസിൻ്റെ കഴിവാണ്. അപ്പോൾ ആ സയൻസ് വാക്കുകളെ എന്താക്കുന്ന? നീ പ്രൊഡക്റ്റാക്കി മാറ്റുകയാണ്. എന്താണ് പ്രൊഡക്റ്റ്? മഴ. മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ഈ സോമയാഗത്തിൻ്റെ ഫലം എന്താണ്? നമുക്ക് മഴയാണ് കിട്ടുന്നത്. അതാണ് ഉൽപ്പന്നം. മഴയായിട്ട് പെയ്യിപ്പിക്കുകയാണ്. അതോടെ ആ മന്ത്രം ഖണ്ഡം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക്